കടലിൽ കാണാതായവരുടെ ബന്ധുക്കളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണാതായവരുടെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൊല്ലം നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി വീട്ടുകാരെ ആശ്വസിപ്പിച്ചു. മന്ത്രി ഷിബു ബേബി ജോണിനൊപ്പമാണ് മുഖ്യമന്ത്രി നീണ്ടകരയിലെത്തിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി. അബ്ദുൽ ഗഫൂറും വിഴിഞ്ഞത്തും അഞ്ചുതെങ്കിലും കാണാതായവരുടെ വീട്ടിലെത്തി. കാണാതായവരെ കണ്ടെത്താൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉറപ്പു നൽകി. പരമാവധി എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി നടത്തിയാണ്. പക്ഷേ ഇതുവരെ ഈ മൂന്നുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് തീർച്ചയായും എല്ലാ രീതിയിലും ഒരു സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. അതിന് നിലവിലുള്ള പല നിയമങ്ങളും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തടസ്സങ്ങളെല്ലാം സർക്കാർ അത് നീക്കി അതിൻ്റെ ഒരു കുറവുണ്ടാകാത്ത രീതിയിൽ തീർച്ചയായിട്ടും പരിഹരിക്കും. ഭാവിയിൽ മുതലപ്പടി പോലുള്ള എല്ലാ സ്ഥലങ്ങളിലും കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇനിയൊരു അപകടം ഇതുപോലെ ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള ശാശ്വതമായ പരിഹാരമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് SOP റെഡിയാവും. ആ ഗോൾഡൻ അവറിൽ തന്നെ സെർച്ചും റെസ്ക്യൂ ഓപ്പറേഷനും നടത്തുന്നതിനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ സഹായം കൂടി ആ കാര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. ഏത് രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതും ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടനെ തന്നെ SOP ഉണ്ടാവും. മുതലപ്പുഴയുടെ വിഷയവുമായി സംബന്ധിച്ച് ഡ്രഡ്ജിങ്ങിന് ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് ആരംഭിക്കും. മുഹമ്മദ് അസ്ലം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അസ്ലം, 10-11 ദിവസമായി കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. വലിയ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരൊക്കെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ഈ വൈകിയുള്ള സന്ദർശനം എത്ര കണ്ട് ഗുണം ചെയ്യും? എന്താണ് മന്ത്രിമാർ അവിടെ ചെന്ന് ഉറപ്പു നൽകിയത്? സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? കടലിൽ മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 3 പേർ, അത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം ഭാഗത്ത് നിന്ന് പോയ ജോണ്, അതോടൊപ്പം തന്നെ ഷിജിൻ, നമ്മളിവിടെ നിൽക്കുന്ന മുതലപ്പുഴയ്ക്ക് നിന്ന് കാണാതെ പോയ ഷിജിൻ, പിന്നെ നീണ്ടകരന്ന് കാണാതെ പോയി. ഈ 3 പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ നടപടികൾ സജീവമായി നടക്കുമ്പോഴും മന്ത്രിമാർ നേരിട്ട് അവിടെ വരികയോ അവരെ സാന്ത്വനിപ്പിക്കുകയോ ചെയ്തില്ലാത്തതിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ആദ്യഘട്ടത്തിൽ തെരച്ചിൽ വൈകി എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് തെരച്ചിൽ നടപടികളെക്കുറിച്ച് അതൃപ്തി ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ മന്ത്രിമാർ നേരിട്ടെത്തി അവരെ വേദനയ്ക്കൊപ്പം നിൽക്കാത്തതിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടായത് പല ങ്ങളിലും പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടായി, പ്രത്യേകിച്ച് ഫിഷറീസ് മന്ത്രി വരാത്തതിന്റെയൊക്കെ പേരിൽ. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി നീണ്ടകരയിൽ എത്തുന്നു. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും വിഴിഞ്ഞത്തും അതോടൊപ്പം തന്നെ 5 നേരിട്ടെത്തി അവർ കണ്ട്, പ്രത്യേകിച്ച് ഈ കാണാതായ ആൾക്കാരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ കണ്ട് അവരുടെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി തന്നെ പറയുകയും പിന്നെ ഇനിയും തെരച്ചിൽ തുടരുമെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ അവരുടെ രക്ഷാപ്രവർത്തനത്തിന് അത് വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിന് ചെറിയ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അത് മറികടക്കുന്ന ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, പ്രത്യേക നടപടിക്രമം ഉണ്ടാക്കും. കോസ്റ്റൽ പോലീസിനെയും കോസ്റ്റ് ഗാർഡിനെയും എല്ലാം സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മത്സ്യത്തൊഴിലാളികളുടെ കൂടി സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഫിഷറീസ് മന്ത്രി, ആഭ്യന്തരമന്ത്രി എല്ലാം പറഞ്ഞു. അതോടൊപ്പം തന്നെ മുതലപ്പുഴ കാര്യത്തിൽ പ്രത്യേകിച്ച് അവിടെ ഹ്രസ്വദൂര, അതോടൊപ്പം തന്നെ ദീർഘകാല പദ്ധതികൾ മുതലപ്പുഴയിൽ തുടർച്ചയുണ്ടെന്ന അപകടങ്ങൾ മറികടക്കാൻ ഉണ്ടാകുമെന്നും അതിനുവേണ്ടിയുള്ള ഡ്രഡ്ജിംഗ് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മന്ത്രിമാർ നേരിട്ട് എത്താത്തതിലും അവരെ കാണാതെയുള്ള പ്രതിഷേധം അവർക്കുണ്ടായിരുന്നു. എന്തായാലും മന്ത്രിമാർ നേരിട്ട് വന്നത് ആ ഒരു പ്രതിഷേധം കുറച്ചെങ്കിലും തണുപ്പിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഷിജിന്റെ മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിന്റെ ഭാര്യ നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇത്രയും ദൂരം അവർ വരികയും കാണുകയും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെരച്ചിൽ തുടരണമെന്നും അതോടൊപ്പം തന്നെ മുതലപ്പുഴയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് വേണം, ഇതെല്ലാം അംഗീകരിക്കുകയും ചെയ്ത് എന്തായാലും ഇപ്പോൾ സന്തോഷമുണ്ടെന്ന് തന്നെ പറയുന്നു. എന്തായാലും ഒരുപക്ഷേ ഫിഷറീസ് മന്ത്രിക്കെങ്കിലും നേരത്തെ സന്ദർശനം ആകാമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകണമെന്ന്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എല്ലാ സ്ഥലത്തും പോകണമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഫിഷറീസ് മന്ത്രി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ആദ്യഘട്ടത്തിലുണ്ടായ അതൃപ്തി മറികടക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടപടികളെക്കുറിച്ച് തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. 3 സ്ഥലത്തും തെരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ 3 കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ മന്ത്രിമാർ ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ ഒരു അതിർത്തി മറികടക്കാൻ വേണ്ടി എല്ലായിടത്തും പോവുകയും സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ജിൽസി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 10-ലധികം ദിവസങ്ങൾ പിന്നിടുമ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല, വേണ്ട നടപടികൾ എടുത്തില്ല, രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലടക്കം വലിയ പാളിച്ചകൾ ഉണ്ടായി തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉയരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ മന്ത്രിമാരുടെ വീട് സന്ദർശനവും മറ്റും പ്രസക്തമാകുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.